മികവിന്റെ കേന്ദ്രമായി അമൃത IAS അക്കാദമി 41 വിദ്യാർത്ഥികളാണ് രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷയിൽ മികവ് തെളിയിച്ചത്. തിരുവനന്തപുരം വഴുതക്കാടുള്ള അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. പരിപാടി ജില്ലാ കളക്ടർ അനുകുമാരി IAS ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസസ്, ഫോറസ്റ്റ് സർവീസസ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. അമൃത IAS അക്കാദമിയിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി IAS ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ഡയറക്ടർ ജയകുമാർ മേനോൻ, പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, TP സീതാറാം IFS, A ഹേമചന്ദ്രൻ IPS, മോഹൻ മേനോൻ IRPS എന്നിവരും പങ്കെടുത്തു. അമൃത അക്കാദമിയിൽ നിന്ന് 41 പേരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയം നേടിയത്. അതിൽ 3 പേർ PCM ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. IFOS കേരള ടോപ്പറായി രോഹിത് ജയരാജ് 14ാം റാങ്കും അക്ഷയ് ദിലീപ് 246ാം റാങ്കും, മെയിൻസ് എഴുത്തു പരീക്ഷാ വിദ്യാർത്ഥി കൃഷ്ണ C 131ാം റാങ്കും നേടി. അന്ന് ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ വളരെ മോശമായിട്ട് ഒരു കുളമായി എന്ന് വേണമെങ്കിൽ പറയാം, ദുരന്തമായിരുന്നു. സോ അന്ന് എന്നോട് പലരും പറഞ്ഞൊരു ഇൻപുട്ടാണ് ആക്ച്വലി പിന്നീട് എനിക്ക് ഇന്റർവ്യൂ നന്നാക്കാൻ പറ്റിയത്. കളക്ടർ അനുകുമാരി IAS വിജയികൾക്ക് ആശംസകൾ നേർന്നു. For public service, for social service. So I can assure you, I can guarantee you that every day spent into the service is going to give you those moments, those opportunities, which if you take, you will definitely feel an immense amount of satisfaction. ഇന്റർവ്യൂ ബോർഡിനെ സധൈര്യം നേരിടാൻ അമൃത IAS അക്കാദമിയിലെ പരിശീലനം സഹായിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് തന്നൊരു അഭിപ്രായമായിരുന്നു സ്റ്റോപ്പ് ഡിബേറ്റിംഗ്, തിങ്ക് ഫസ്റ്റ് ആൻഡ് ടോക്ക് ലേറ്റർ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഞാൻ തോന്നുന്നു അതൊരു ലാസ്റ്റ് വീക്കിലാണ് ഇവിടെ ഇന്റർവ്യൂ കൊടുത്തത്. അപ്പോൾ ആ ഒരു അഡ്വൈസ് എൻ്റെ റിയൽ ഇന്റർവ്യൂവിനെ എക്കോ ചെയ്തിരിക്കുകയായിരുന്നു, തിങ്ക് ഫസ്റ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും വാല്യുബിൾ ഇൻപുട്ട് തന്നെയാണ് ഇന്റർവ്യൂവിന് ഒരു നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റിയതും ഇന്റർവ്യൂ സ്കോർ കൊണ്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ നേടാൻ സാധിച്ചത്. ചിട്ടയായ പരിശീലനത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് അമൃത IAS അക്കാദമി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.